അപ്പോൾ എല്ലാവർക്കും നമസ്കാരം. നമ്മളിപ്പോൾ ഉള്ളത് വണ്ടിപ്പെരിയാർ ചോറ്റുപാറയിലാണ്. ഇവിടെ പെയിൻറ്റിങ് അടക്കമുള്ള വാഹന നിർമ്മാണ രംഗത്ത് ഒരു പെൺകരുത്തായ ഒരു വീട്ടമ്മയുണ്ട്, വിജയറാണി. വിജയറാണിയെ ഒന്ന് പരിചയപ്പെടാം. ഇതാണ് ഞാൻ പറഞ്ഞ വിജയറാണിയുടെ വർക്ക്ഷോപ്പ്. വിജയറാണിയും മകനുമാണ് ഇവിടെ വർക്ക്ഷോപ്പിലെ പണികൾ മൊത്തം തന്നെ നടത്തുന്നത്. അപ്പം അവരെ അപ്പോൾ ഇതാണ് ഞാൻ പറഞ്ഞ പെൺകരുത്തായ വിജയറാണി മകൻ. അപ്പോൾ ഈ വർക്ക്ഷോപ്പിലെ വിശേഷങ്ങളാണ് നിങ്ങളുടെ പരിചയപ്പെടുത്തുന്നത്. റെയിൻബോ ന്യൂസ് വാർത്തകൾ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് വണ്ടിപ്പെരിയാറിനായ ഒരു സന്തോഷ വാർത്ത. ഇനി മുതൽ മൊബൈൽ ഫോൺ, ലാപ്ടോപ്പ് തുടങ്ങി എല്ലാവിധ ഡിജിറ്റൽ ഗാഡ്ജറ്റുകളും വൻ വിലക്കുറവിൽ സ്വന്തമാക്കാം. ഒപ്പം എല്ലാവിധ സർവീസുകളും. ഉടൻ തന്നെ സന്ദർശിക്കൂ ഈസി സ്റ്റോർ, താജ് ടവർ, വണ്ടിപ്പെരിയാർ. പെൺകരുത്തിൽ വാഹനങ്ങൾക്ക് പുതുമോടി ചാർത്തുന്ന ഒരിടമുണ്ട് ഇടുക്കി ജില്ലയിലെ കൊട്ടാരക്കര ദിണ്ടുക്കൽ ദേശീയപാത കടന്നുപോകുന്ന ചോറ്റുപാറയിൽ. അതെ, ഇതാണ് വളയിട്ട കരങ്ങളാൽ വാഹനങ്ങളുടെ കേടുപാടുകൾ തീർക്കുകയും പാച്ച് വർക്കുകളും പെയിന്റിങ്ങും തീർത്ത് വാഹനങ്ങൾക്ക് പുതുമോടി ചാർത്തുന്ന വിജയറാണി എന്ന വീട്ടമ്മ. വർഷങ്ങൾക്ക് മുൻപ് തമിഴ്നാട് ചെങ്കോട്ടയിൽ നിന്നും ഗവി പച്ചക്കാനത്ത് ജോലിക്ക് വന്ന കുടുംബത്തിൽ പിറന്ന വിജയറാണി തമിഴ്നാട് പുതുക്കോട്ട സ്വദേശിയും വർക്ക്ഷോപ്പ് ജോലിക്കാരനുമായിരുന്ന ദുരൈ എന്നറിയപ്പെടുന്ന ഗുബേന്ദ്രനെ വിവാഹം കഴിച്ച ശേഷം ഇദ്ദേഹം ചോറ്റുപാറയിൽ ആരംഭിച്ച വർക്ക്ഷോപ്പിന് സമീപമുള്ള വീട്ടിൽ കഴിയവേ ഭർത്താവിന് ജോലികളിൽ സഹായിച്ചാണ് വാഹനങ്ങളുടെ അറ്റകുറ്റപ്പണികൾ നടത്തുന്ന രംഗത്തേക്ക് വിജയറാണി കടന്നുവരുന്നത്. ഇവർക്കുണ്ടായ മകൻ നിശാന്ത് ചെറുപ്പം മുതൽ തന്നെ കളിച്ചു വളർന്നത് ഈ വർക്ക്ഷോപ്പിൽ ആയിരുന്നതിനാൽ മാതാപിതാക്കൾക്ക് വേണ്ട സഹായങ്ങൾ നിശാന്തും ചെയ്തു വന്നിരുന്നു. പക്ഷേ വിധിയുടെ ക്രൂര വിളയാട്ടത്താൽ കഴിഞ്ഞ ഒരു വർഷം മുൻപ് ഗുബേന്ദ്രൻ ഈ കുടുംബത്തെ വിട്ട് പിരിഞ്ഞതോടെയാണ് വിജയറാണി തന്റെ മകനൊപ്പം വർക്ക്ഷോപ്പിലെ ജോലികൾ ഏറ്റെടുത്ത ഈ രംഗത്തെ പെൺകരുത്തായി മാറിയത്. ഉള്ളപ്പോഴേ ഞാനിവിടെ വർഷത്തിൽ പണിക്ക് വരുമായിരുന്നു. എന്നെ പുള്ളിയോടൊപ്പം ചെറിയ സഹായങ്ങളൊക്കെ ചെയ്ത് ഞാൻ പുള്ളിയോടൊപ്പം പണി പിള്ളേർക്ക് എനിക്കും പറഞ്ഞു കൊടുക്കുകയും എല്ലാം ചെയ്ത് പിന്നെ പതിയെ ഇപ്പം ജീവിതം മുമ്പോട്ട് കൊണ്ടുപോവുക. വലിയ പ്രയാസങ്ങളാണിത്. ഞങ്ങൾ വലുതായിട്ടൊന്നും അത് ഇതാക്കാതെ ഞങ്ങളുടെ ജോലിയുണ്ട്, ഞങ്ങളുണ്ട് എന്ന രീതിയിൽ പോകുന്നു. പുള്ളിയുടെ അതിന് പണി പഠിച്ചു ബുദ്ധിമുട്ടില്ലാതെ കാര്യങ്ങളൊക്കെ നടന്നു പോകുന്നുണ്ട്. വിവിധ വാഹനങ്ങളുടെ പാച്ച് വർക്ക്, ബോഡി നിർമ്മാണം, പെയിന്റിംഗ് തുടങ്ങിയ ജോലികൾ ഭംഗിയായും ഉത്തരവാദിത്വത്തോടുകൂടിയും ചെയ്തു നൽകിയിരുന്ന ദുരൈ വർക്ക്ഷോപ്പിലെ വിശ്വസ്തത കണക്കിലെടുത്ത് ആളുകൾ ഇവിടേക്ക് തങ്ങളുടെ വാഹനങ്ങളുമായി എത്തി തുടങ്ങി. ഗുബേന്ദ്രന്റെ ജോലികളിൽ തൃപ്തനായിരുന്ന കുമിളി സ്വദേശി മോഹൻരാജ് കഴിഞ്ഞ 20 വർഷക്കാലമായി ഇവിടെയാണ് വാഹനങ്ങളുടെ അറ്റകുറ്റപ്പണികൾ നടത്തിവരുന്നതെന്നും അതേ വിശ്വസ്തത വിജയറാണിയും മകനും പുലർത്തുന്നുവെന്നും മോഹൻരാജ് പറഞ്ഞു. ഈ വർക്ക്ഷോപ്പിൽ 20 വർഷമായിട്ട് ഈ വണ്ടി പണിയുന്നുണ്ട്. നമ്മുടെ എല്ലാ വണ്ടികളും ഇവിടെയാണ് പണിയുന്നത്. വണ്ടി പണിയിൽ നല്ല വൃത്തിയുണ്ട്, നല്ല ആത്മാർത്ഥയോട് പണിത് തരും, നല്ല ഫിനിഷിങ് വർക്ക്. അതുകൊണ്ട് നമ്മൾ തുടരെ വേറെ എവിടെയും പോകാതെ പെയിൻറ്റിങ് വർക്കും കാര്യങ്ങളൊക്കെ ഇവിടെ മാത്രമേ ചെയ്തുകൊണ്ടിരിക്കുന്നത്. വാഹന ജോലികളിൽ ഗുബേന്ദ്രൻ ആശാന്റെ അതേ മികവിൽ തന്നെയാണ് വിജയറാണിയും മകനും വാഹനങ്ങളുടെ കേടുപാടുകൾ ഉൾപ്പെടെയുള്ളവ തീർത്തു തരുന്നതെന്ന് കുമിളി സ്വദേശിയായ ഡ്രൈവർ കൂടിയായ വിനുവും പറയുന്നു. നേരത്തെ ഒരു വണ്ടി ഉണ്ടായിരുന്നു, ജീപ്പായിരുന്നു. അത് ഇവിടെ തന്നെ പെയിൻറ്റ് അടിച്ചിട്ട് അത് അണ്ണനായിരുന്നു അടിച്ചത്. കുഴപ്പമില്ലായിരുന്നു. നമുക്ക് നല്ല ഗ്രാൻഡായിട്ടാണ് പെയിൻറ്റ് അടിച്ച് 4 വർഷം വരെ ടെസ്റ്റ് ചെയ്തത്. പിന്നെ അതേ ഒരു ഇത് തന്നെ വേറെ വണ്ടി വന്നപ്പോൾ അച്ഛൻ എന്തെങ്കിലും മകനെ ചെയ്യുന്നുള്ളൊരു വിശ്വാസത്തിൽ കൊണ്ടുവരികയാണ്. നമുക്ക് ഇതുവരെ തൃപ്തിയാണ് ചെയ്തവരെല്ലാം നല്ല ഗ്രാൻഡായിട്ട് തന്നെ വരും എന്നുള്ളൊരു വിശ്വാസമുണ്ട്. ഗുബേന്ദ്രന്റെ മരണശേഷം 2 ടൂറിസ്റ്റ് ബസ്സുകൾ, 5 ജീപ്പുകൾ, 4 കാറുകൾ, ഒരു ഫോറസ്റ്റ് വാഹനം, നിരവധി 2 വീലറുകൾ എന്നിവയുടെ പെയിന്റിംഗ് അടക്കമുള്ള ജോലികൾ ഇവർ ഇതിനോടകം തന്നെ ചെയ്തു നൽകിയിട്ടുമുണ്ട്.
2 വർഷം മുൻപ് +2 പഠനം പൂർത്തിയാക്കിയ നിശാന്ത് തുടർ പഠനത്തിന് പോയാൽ അമ്മ തനിച്ചാവുമെന്ന് കരുതിയാണ് അമ്മയെ സഹായിച്ച് കൂടെ നിൽക്കുന്നത്. ഇപ്പം നമ്മൾ പെയിൻറ്റിങ്ങാണ് മെയിൻ. അച്ഛൻ പിന്നെ പിന്നെ പാച്ച് വർക്ക് ഇതായിട്ട് നോക്കും. അച്ഛൻ പാച്ച് വർക്കാണ് മെയിനായിട്ടുള്ളത്. നമ്മൾ പെയിൻറ്റിങ്ങാണ് നോക്കുന്നത്. അപ്പം പുതിയതായിട്ട് വരുന്ന പെയിൻറ്റിങ്ങൊക്കെയാണ് നമ്മളിപ്പോൾ നോക്കുന്നത്. കർഷൽ പെയിൻറ്റിങ് അതുപോലത്തെ വരുന്ന പെയിൻറ്റിങ്ങൊക്കെ നമ്മൾ നോക്കുന്നത്. ഗ്രാഫിക്സ് അതുപോലെ ഞാൻ ചെയ്യുന്നുണ്ട്. പിന്നെ അവരിങ്ങനെ പോവുക. റീടെസ്റ്റിനായുള്ള വാഹനങ്ങളും ഓഫ് റോഡ് സവാരി വാഹനങ്ങളുമാണ് ഇവിടെ അറ്റകുറ്റപ്പണികൾക്കായി കൂടുതലും എത്തുന്നത്. ഇടുക്കി ജില്ലയിൽ സ്ത്രീകൾ ആരും കടന്നു ചെല്ലാത്ത വർക്ക്ഷോപ്പ് ജോലികളിൽ പെൺകരുത്തായി മാറിയ വിജയറാണിയുടെ മുൻപോട്ടുള്ള ജീവിത വിജയങ്ങൾക്ക് പ്രേക്ഷകർക്കൊപ്പം റെയിൻബോ ന്യൂസും ആശംസകൾ നേരുകയാണ്. ന്യൂസ് ബ്യൂറോ, വണ്ടിപ്പെരിയാർ.